ദൈവത്തിൻ്റെ വചനം പഠിക്കുക എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. വചനം പ്രസംഗിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ഉണർവ്, ഒരു വികാരപരിതമായിട്ടുള്ള അനുഭവമാണ്. എന്നാൽ ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത്, വേദോസം പഠിക്കുക എന്ന് പറയുന്നത് അത് ചില പ്രയാസമുള്ളൊരു കാര്യമാണ്. പലപ്പോഴും സാത്താന് ഇഷ്ടപ്പെടാത്തൊരു കാര്യവും അത് തന്നെയാണ്. വചനം പഠിച്ചാൽ, അത് സത്യം ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ജനം സ്വതന്ത്രരായിത്തീരും. അതുകൊണ്ട് സാത്താൻ പലപ്പോഴും പല തടസ്സങ്ങൾ ഇതിനെ ബൈബിൾ സ്റ്റഡിയോടുള്ള ഇന്ന് പല സഭകളിലും ഇല്ലാത്തൊരു കാര്യമാണ് ബൈബിൾ സ്റ്റഡി. ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രസംഗങ്ങളുണ്ട്, ഇതൊക്കെ ഉള്ളതാണ്. പക്ഷെ ബൈബിൾ സ്റ്റഡി, ബൈബിൾ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം സഭകളിൽ മാത്രമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ അല്പമായി ചിന്തിച്ചു. നമ്മൾ പഠിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കൽപ്പനയാണ്. പുതിയ നിയമത്തിൽ കർത്താവ് തന്നിരിക്കുന്ന കൽപ്പനയാണ് നമ്മുടെ സബ്ജക്റ്റ്. എന്നാൽ അതിനൊരു ഇൻട്രഡക്ഷൻ എന്നുള്ള നിലയിൽ ഈ കൽപ്പന കൊടുക്കുന്ന ആളിൻ്റെ യോഗ്യതകളെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കർത്താവ് ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചത്, അവൻ ദൈവത്തിൻ്റെ വചനം, ദൈവത്തെക്കുറിച്ച് നമുക്ക് വേദവസ്ത്രത്തിൽ നോക്കിയാൽ കാണുന്നത് ദൈവം ആരാണെന്നുള്ളത് നമ്മൾ ഒന്നാമത് ചിന്തിച്ചു. ദൈവം ആത്മാവാണ്. പിന്നെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ദൈവം സ്നേഹമാണ്. പിന്നെ ദൈവം വെളിച്ചമാണ്. ഈ മൂന്ന് കാര്യം നമ്മൾ ചിന്തിച്ചു. വെളിച്ചം എന്താണെന്നുള്ളത് ഞാൻ നിർവചനം പറഞ്ഞായിരുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു. വെളിച്ചം എന്നുള്ളതിന് ഞാൻ പറഞ്ഞത് രണ്ടർത്ഥമാണ്. ഒന്ന് അറിവ്, മറ്റൊന്ന് വിശുദ്ധി. അറിവ്, വിശുദ്ധി, ഈ രണ്ട് കാര്യം, അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ അല്പമായി നടത്തി. ആത്മാവെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ആത്മാവ് എന്ന് പലരും ആത്മാവിനെ കുറിച്ച് പറയും. എന്നാൽ ആത്മാവ് എന്താണെന്നുള്ളത് അത് അല്പമായി ചുരുക്കമായിട്ട് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അത് ഒന്ന് അറിവ്, വികാരം, ഇച്ഛ, ഇത് മൂന്നും കൂടെ ചേരുന്ന ഒരു പ്രത്യേക സത്തയ്ക്കാണ് എന്ത് വിളിക്കുന്നത്? ആത്മാവ് എന്ന് പറയുന്നത്. പിന്നെ ഇൻ്റലക്ട്, ഇമോഷൻ ആൻഡ് ദ വിൽ, ഇത് മൂന്നും കൂടെ ചേരുന്ന ഒരു പ്രത്യേക സത്തയ്ക്കാണ് ആത്മാവെന്ന് പറയുന്നത്. അത് നമ്മൾ ഈ നഗ്നമാകുന്ന കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല. അത് പ്രവൃത്തിയിൽ കൂടിയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ, ദൃശ്യമായതും അദൃശ്യമായതും. ഈ പ്രപഞ്ചത്തിൽ ധാരാളം കാര്യങ്ങൾ അദൃശ്യമായിട്ടുള്ളതുണ്ട്. നമുക്കറിയാം, ഇലക്ട്രിസിറ്റി, നമ്മുടെ ഇവിടെ ലൈറ്റ് കത്തുന്നു, ഫാൻ കറങ്ങുന്നു, ഇതൊക്കെ ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ടാണ്. ഇലക്ട്രിസിറ്റിയെ നമ്മുടെ ഈ നഗ്നമാകുന്ന കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല. പിന്നെ നമുക്കത് ഉണ്ട് എന്നെങ്ങനെയെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, അതായത് ഫാൻ കറങ്ങുന്നു, ലൈറ്റ് കത്തുന്നു, ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. KM സാമുവൽ അല്ലെങ്കിൽ മോനച്ചൻ വിളിക്കുന്ന ഞാൻ എൻ്റെ ശരീരം കാണുമ്പോഴാണ് ഇത് KM സാമുവൽ ആണെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ നമ്മുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല. അതുപോലെ വായു, കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർ, ദൈവം, നരകം, സ്വർഗം, ഇതൊന്നും നമ്മുടെ ഈ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണപ്പെടാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ പഠിച്ചില്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കാം, അപകടങ്ങൾ സംഭവിക്കാം. അതുകൊണ്ടാണ് മനുഷ്യൻ വളരെ നാളുകൾ കൊണ്ട് ദൈവത്തെ കാണണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അവരന്വേഷിച്ച് ചെന്ന് അവർ ലാസ്റ്റ് ചെന്ന ഫിലോസഫർമാർ ലാസ്റ്റ് ചെന്നെത്തിയ സ്ഥലം എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ പവറാണ്, ഒരു അത്യന്ത ശക്തിയാണ്. ആ അത്യന്ത ശക്തി എന്നിലും വരാം, നിങ്ങളിലും വരാം, തൂണിലും തുരുമ്പിലും ആ ശക്തി ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അവരത് ഒരു കല്ലെടുത്ത് ശില എടുത്ത് വെച്ചിട്ട് അത് ദൈവമായിട്ട് സങ്കല്പിച്ച് അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ദൈവശക്തി വരും. അപ്പോൾ എന്തെങ്കിലും ഒരു സൂപ്പർനായിട്ട്, എന്തെങ്കിലും ഒരു അത്ഭുതമായിട്ട് നടന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് അത് ദൈവസാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പം അവിടെ ഈ ആൾക്കാർ നർമ്മദ നദി എന്ന് പറയുന്ന നദിയുണ്ട്. ആ നദിയിൽ അപ്പം ഇങ്ങനെ പണം എടുത്ത് ഇങ്ങനെ ചില്ലറ പൈസ എടുത്ത് ഇങ്ങനെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരോട് അന്നത്തെ കാലം എനിക്ക് ഇത്ര ചിന്തിക്കാനൊന്നും അറിയില്ല. അന്ന് ദൈവജനം പഠിച്ചിട്ടില്ല, ജോലിയുള്ള ബന്ധത്തിൽ പോയ സമയത്താണ്. അപ്പം ഞാൻ ചോദിച്ചു, ആർക്കൊക്കെയോ പാനീയമേ പൈസ ഡാൽക്കാനേ. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, എൻ്റെ സ്നേഹിതരോട് പറഞ്ഞ്, ഹമാരാ ദേവിയെ, ഇത് ഞങ്ങളുടെ ദേവിയാണ്, ഈ നദി ഞങ്ങളുടെ ദേവിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും പഠിച്ചപ്പോൾ അതിനകത്ത് വലിയ മുതലകളുണ്ട്, അതിനകത്ത് എന്തോ ഒരു ശക്തിയുണ്ട്. ആൾക്കാർ അതിനകത്ത് വീണാൽ അവർ മരിച്ചു പോകുന്നു, മുതലകളെ പിടിക്കുന്നു. അപ്പോൾ അവരുടെ ദേവിയാണ്, അതിനെ പുണ്യമായിട്ട് കരുതുകയാണ്. അപ്പോൾ അതിന് അവർ ദേവത്തെ അർപ്പിക്കുന്നു. നമുക്കറിയാം, ആൽമരത്തിൻ്റെ ഇല എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ട് നിൽക്കും. അപ്പോൾ അവർ ചിന്തിച്ചു, അന്നത്തെ കാലത്ത് ജനങ്ങൾ ചിന്തിച്ചു, ഇതിനകത്ത് എന്തോ ഒരു ശക്തിയുണ്ട്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഇല ഇങ്ങനെ അനങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഒരു ദൈവം ആണ്. അപ്പോൾ മനുഷ്യന് എന്തെങ്കിലും ഒരു അമാനുഷ്യമായിട്ടൊരു കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർ ഈശ്വരനാണെന്നിട്ട് അത് സങ്കല്പിക്കുന്നു. അതാണ് ലോക ഫിലോസഫർമാരുടെ ബുദ്ധിയിൽ തിരിഞ്ഞത്. അപ്പോൾ എന്താണ് ശക്തിയും വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പവർ ആൻഡ് എ പേഴ്സൺ? ശക്തിയും വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പവർ ആൻഡ് എ പേഴ്സൺ? എന്താണ്
നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ പഠിക്കുന്നവരാണ്. എന്താണ് വ്യത്യാസം? ശക്തി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു എങ്ങനെയാ ശക്തി ഉണ്ടാകുന്നത്? ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും പ്രവാഹത്തെയാണ് നമ്മൾ വിളിക്കുന്നത് വൈദ്യുതി അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു മാഗ്നറ്റിന്റെ ചുറ്റിൽ ഒരു കോപ്പർ ചലിപ്പിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും പ്രവാഹത്തെയാണ് വൈദ്യുതി. അതിന് രണ്ട് ധ്രുവങ്ങളിൽ കൂടെ ഒന്ന് യോജിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഫോടനം ഉണ്ടാകും, അല്ലെങ്കിൽ അവിടെ തീ കത്തും. അതാണ് സിദ്ധാന്തം, അതാണ് ഈ ഡൈനാമോസ്. അങ്ങനെ അതിൽ നിന്നാണ് ഈ വൈദ്യുതി സിസ്റ്റങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതാണോ ഈശ്വരൻ? അത് ശക്തിയാണ്, അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ ഒരു വ്യക്തി എന്ന് നമ്മൾ ഒരാളെ വിളിക്കണമെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞു, ഒരു വ്യക്തി എന്ന് ഒരാളെ നമ്മൾ വിളിക്കണമെങ്കിൽ അതിൽ പ്രധാനമായിട്ട് 3 ഘടകങ്ങളാണ്. 1 ഇന്റലക്ട്, 2 ഇമോഷൻ, 3 വിൽ, അറിവ്, വികാരം, ഇച്ഛ. ഇത് 3 കൂടെ ചേരുന്ന ഒരു സത്തയ്ക്കാണ് പേഴ്സൺ, പേഴ്സണാലിറ്റി, സോൾ, സ്പിരിറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഒരു വ്യക്തിയും ശക്തിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. ശക്തി എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അത് ഇലക്ട്രോണിന്റെ പ്രോട്ടോണിന്റെ പ്രവാഹത്തെയാണ് വൈദ്യുതി എന്ന് നമ്മൾ 9ാം ക്ലാസ്സിൽ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവം ഒരു ശക്തിയല്ല, മറിച്ച് എന്തായിരിക്കണം? അതൊരു വ്യക്തിയാണ്. എന്തുകൊണ്ട് വ്യക്തിയാണെന്ന് നമ്മൾ പറയുന്നു? വ്യക്തിക്ക് മാത്രമേ ചിന്തിക്കാൻ കഴിയുള്ളൂ, വ്യക്തിക്ക് മാത്രമേ അറിവുള്ളൂ, വ്യക്തിക്ക് മാത്രമേ വികാരമുള്ളൂ, വ്യക്തിക്ക് മാത്രമേ തെറ്റും ശരിയും നിർണ്ണയിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിക്ക് നോക്കുക, നമ്മുടെ കയ്യിൽ കിടക്കുന്ന വാച്ച് HMTയുടെ വാച്ചാണെങ്കിൽ ആ വാച്ച് ഉണ്ടാക്കിയത് ഒരു HMT കമ്പനിയിലാണോ അത് ഉണ്ടാക്കിയത് ആദ്യം? ആണോ? നിങ്ങൾ ചിന്തിച്ച് പറഞ്ഞേ, ആണോ? നിങ്ങളോട് എളുപ്പം സംസാരിക്കും ആയിരിക്കുമോ? അതാദ്യം ഉണ്ടായത് എവിടെയായിരിക്കും? അതിന്റെ പിന്നിൽ ഒരു ഡിസൈനിങ് എഞ്ചിനീയർ ഉണ്ട്. ആ ഡിസൈനിങ് എഞ്ചിനീയറുടെ മൈൻഡിൽ ഉണ്ടായതാണ് അത് ആക്ഷനായിട്ട് പുറത്തു വന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം ഈ നിലയിൽ ഇത് രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച ഒരു ഡിസൈനിങ് എഞ്ചിനീയർ ഇതിന്റെ പിന്നിലുണ്ട്, അല്ലേ? അപ്പൊ ആ ആളിന് അതിന്റെ ബുദ്ധിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ ദൈവം എന്ന് പറയുന്നത് കേവലം ഒരു ശക്തിയല്ല, മറിച്ച് എന്താണ്? വ്യക്തിയാണ്. ഒരു വ്യക്തി എന്നൊരാളെ വിളിക്കണമെങ്കിൽ നമ്മൾ കണ്ടു എന്തൊക്കെ ഉണ്ടായിരിക്കണം പറഞ്ഞ്, അറിവ്, വികാരം, ഇച്ഛ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ പേഴ്സൺ ആൻഡ് എ ആനിമൽ? മൃഗവും മനുഷ്യനും തമ്മിൽ വ്യത്യാസം എന്താ? എന്തോ ആൾക്കാർ പറയുന്നുണ്ട്, എനിക്കിവിടെ വരെ കേൾക്കത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ പറയുന്നുണ്ട്. ശരിയാണ്, മൃഗത്തിന് ആത്മാവില്ല, മനുഷ്യൻ എന്തുണ്ട്? ആത്മാവുണ്ട്. നമുക്ക് ആത്മാവുണ്ട്. മൃഗത്തിന് ജീവനുണ്ട്, നമുക്ക് ജീവനുണ്ട്. മൃഗവും ആഹാരം കഴിക്കും, നമ്മൾ കഴിക്കുന്നു, അത് ഉറങ്ങുന്നു, നമ്മൾ ഉറങ്ങുന്നു, ഇതെല്ലാം നമ്മളെ പോലെ ഉണ്ട്. പക്ഷേ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആനിമൽ ആൻഡ് പേഴ്സൺ എന്ന് പറയുന്നത്, അതിന് ആത്മാവില്ല, നമുക്ക് ആത്മാവുണ്ട്. അതാണ് വ്യത്യാസം. അത്ര നമുക്ക് മനസ്സിലായി. 2 നമുക്ക് കണ്ടത് വെളിച്ചം എന്നുള്ളതാണ്. വെളിച്ചം എന്താണ്? വെളിച്ചം എന്ന് ഞങ്ങൾ പറഞ്ഞു. വെളിച്ചം എന്ന് പറഞ്ഞത് 1 അറിവ്. അത് പറഞ്ഞ അതിന്റെ അർത്ഥം വ്യാഖ്യാനിച്ച ആള് JD പെന്റക്കോസ്റ്റ് എന്ന് പറയുന്നതായ ഒരു വലിയ വേദപണ്ഡിതനാണ്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദ വേർഡ്സ് ആൻഡ് വർക്ക് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ച ഒരു വാക്കാണ്. ഇന്റലക്ട് ആൻഡ് ഹോളിനെസ്, അറിവ്, വികാരം. വെളിച്ചത്തിന് നമുക്കറിയാം അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇരുട്ടാണ്. ഇരുട്ടെന്ന് പറഞ്ഞാൽ ഇഗ്നോറൻസ് അല്ലെങ്കിൽ ഈവിൾ, പാപം എന്നൊക്കെ നമുക്ക് വിളിക്കാം. പ്രകാശം കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയും, അതിന് അറിവ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, അന്ധകാരത്തിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് പറയുന്നു. അപ്പൊ അവരെ ദൈവത്തെക്കുറിച്ചുള്ള ആ ചിന്ത ഇല്ല, അവരെ അന്വേഷിച്ച് നടന്നപ്പോ യേശുക്രിസ്തു അവരോട് വെളിപ്പെട്ട് പറയാണ്, നിങ്ങൾ അന്വേഷിക്കുന്ന ആ വ്യക്തി ഞാനാണ്. അപ്പൊ ആ അറിവ് നിങ്ങൾക്കുണ്ടാകണം. അപ്പൊ അറിവാണ് വെളിച്ചം എന്ന് പറഞ്ഞാൽ അറിവ്. 2 വിശുദ്ധി. യേശു കർത്താവ് ലോകത്തോട് തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്ക് എന്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താൻ കഴിയും? അപ്പൊ ലോകത്തോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഇന്ന് വരെ ലോകത്തിൽ ഒരു വ്യക്തിക്കും യേശു ക്രിസ്തുവിന്റെ ഒരു തെറ്റോ കുറവോ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ 100% ഈസ് എ ഹോളി, ഈസ് എ സെറ്റ് അപ്പാർട്ട്. സമ്പൂർണ്ണമായിട്ട് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരായിരുന്നു നമ്മുടെ കർത്താവ്. ആ നിലയിൽ നമ്മോടുള്ള ബന്ധത്തിലും ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്താ വാക്കിന്റെ അർത്ഥം എന്തായിരിക്കണം? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടായതിനു ശേഷം ഈ അറിവ് നമുക്ക് ആർക്ക് പറഞ്ഞു കൊടുക്കണം? മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് ദൈവം നമ്മോട് പറഞ്ഞത് നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. 2 വിശുദ്ധി.
ദൈവം പറഞ്ഞു ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധൻ. അപ്പൊ നമ്മുടെ നെഞ്ചത്ത് കൈ, ഞാൻ കഴിഞ്ഞ ഇതാ ചോദ്യം ചോദിച്ചു, നമ്മുടെ നെഞ്ചത്ത് കൈ വെച്ചിട്ട് നമ്മുടെ നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ 100% വിശുദ്ധനാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താ കാര്യം? ദൈവത്തിന് വചനം പറയുന്നു ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം സെറ്റ് അപ്പാർട്ട്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. സെറ്റ് അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ ദൗത്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ എന്നാണ്. നമ്മളെ വിളിക്കുന്ന പേര് വേർപാടുകാരെന്നാണ്. നമ്മളെ വിളിക്കുന്ന പേര് അത് തന്നെയാണ്, വേർപാട്. ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ. ഞാൻ അതിനെക്കുറിച്ച് അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചതിന്റെ 4 പോയിന്റുകൾ പറഞ്ഞു. ഒന്ന്, അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചതിന്റെ ഒന്നാമത്തെ കാരണം ടു എസ്റ്റാബ്ലിഷ് എ ട്രൂ വർഷിപ്പ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ ഒരു സത്യ ആരാധന നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചത്. 2, ടു കീപ് ഹിസ് കമാൻഡ്മെന്റ്സ്. ദൈവത്തിന്റെ പ്രമാണത്തെ ഇവിടെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അബ്രഹാമിനും അബ്രഹാമിന്റെ സന്താനവർഗത്തിനുമാണ് ദൈവം പ്രമാണം കൊടുത്തത്. അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുള്ളതായിരുന്നു. മൂന്നാമത് നമ്മൾ കണ്ടത് ടു എസ്റ്റാബ്ലിഷ് എ കിങ്ഡം ഫോർ ഹിം. ഒരു സാമ്രാജ്യം ഇവിടെ സ്ഥാപിതമാകുക. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഈ കാണുന്ന ദേശം നിനക്ക് നിന്റെ സന്തതിക്ക് ഞാൻ ശാശ്വത അവകാശമായി തരും. ദൈവത്തിന് വേണ്ടി ഒരു സാമ്രാജ്യം ഇവിടെ കെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി അബ്രഹാമിനെ ദൈവം വേർതിരിച്ചു. നാലാമതായി നമ്മൾ കണ്ടത് ടു ബ്രിങ് ദ പ്രോമിസ്ഡ് മെസ്സിയ ഇൻടു ദിസ് വേൾഡ്. വാഗ്ദത്ത മെസ്സിഹയെ അബ്രഹാമിന്റെ ആ വംശാവലിയിൽ കൂടിയാണ് ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോ യഥാർത്ഥമായി ഞാൻ ആരാധനയെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. യഥാർത്ഥമായ ഒരു ആരാധന ഭൂമിയിൽ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ അത് വേർപെട്ട ദൈവങ്ങളല്ലാതെ വേറെ ആരുമില്ല. എന്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം ലോകത്തിലെ ആരാധനകളൊക്കെ വികാരപരിതരമായിട്ടും ശരീരം ദണ്ഡിപ്പിച്ചുകൊണ്ടുള്ള ആരാധനയാണ് പലരും നടത്തുന്നത്. പലരും പല തീർത്ഥാടനങ്ങൾ നടത്തി ആരാധിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരായിരിക്കണം. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ബുദ്ധിയോടുകൂടിയുള്ള ആരാധനയാണ് നമ്മൾ ഓരോ ആഴ്ചയിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മളൊക്കെ അഭിമാനം കൊള്ളുന്നവരാണ്. വേർപെട്ട സമൂഹത്തിന് മാത്രം ദൈവം വെളിപ്പെട്ട് കിട്ടിയ ഒരു ഉപദേശ സത്യമാണത്. ആ കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി. എന്ന് എന്നോട് ഇന്ന് ചിലർ പറഞ്ഞു, ഇത് ഒന്നുകൂടെ ആവർത്തിക്കണമേ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. ഇന്ന് അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പിന്നെയും പറയാനുള്ളത് നമ്മൾ അത് ചിന്തിച്ചു. ദൈവം വെളിച്ചമാണ്, ദൈവ സ്നേഹമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകടനമാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന മുഴുവനും. വെളിച്ചം ദൈവം നൽകുന്നു, വെള്ളം നൽകുന്നു, വായു നൽകുന്നു. ഇതെല്ലാം ദൈവ സ്നേഹവാനായതുകൊണ്ടാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല, മനുഷ്യന് മാത്രമേ മുഖപക്ഷമുള്ളൂ. ദൈവം മുഖപക്ഷം കൂടാതെ ദൈവം എല്ലാവർക്കും വേണ്ടിയാണ് ദൈവം സ്നേഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത് സകല മാനവരാശിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ മരിക്കുന്നത്. ആരെ ഹൃദയമായി വിശ്വസിച്ച് അംഗീകരിക്കുമോ അവർക്കാണ് രക്ഷ നേടുന്നത്. അപ്പോൾ എല്ലാവരും ദൈവം ഒരുപോലെ സ്നേഹിക്കുകയാണ്. അപ്പോൾ മനുഷ്യന്റെ എത്ര വലിയ തെറ്റാണെങ്കിലും ആ തെറ്റ് ക്ഷമിക്കുവാൻ ദൈവത്തിന് കഴിയും. അതാണ് ഞാനൊരു ചെറിയ ഉദാഹരണം അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞു. കർത്താവ് എന്ന് പറഞ്ഞൊരു ഉദാഹരണമാണ്. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഒരു മകൻ അപ്പന്റെ വസ്തുക്കളെല്ലാം നഷ്ടപ്പെടുത്തി പരലോകത്ത് പോയി തിരിച്ചു വരുമ്പോ ഒരിക്കലും അപ്പൻ അവരോട് ചോദിച്ചില്ല, നീ ചെയ്തത് എന്തായിരുന്നു, നീ എന്തൊക്കെ എന്റെ വസ്തുക്കളെ നഷ്ടപ്പെടുത്തി. ഇതൊന്നും അപ്പൻ ചോദിക്കുന്നില്ല. അതിന് പകരമായിട്ട് അവനെ ആലിംഗനം ചെയ്ത് അവന് കയ്യിൽ മോതിരമിട്ട് നല്ല വസ്ത്രം കൊടുത്ത് അവനെ വീട്ടിലേക്ക് അവനെ സ്വീകരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുൻപിൽ മനുഷ്യന്റെ പാപം എത്ര വലുതാണെങ്കിലും അതിനേക്കാൾ വലുതാണ് ദൈവത്തിന്റെ സ്നേഹമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ ചെയ്ത തെറ്റിന്റെ എത്ര വലുതാണെങ്കിലും അതിനേക്കാൾ വലുതാണ് കാൽവരി ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം അത്ര വലുതാണ്. ഇതാണ് നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ദൈവ സ്നേഹമാണെന്ന് പറയുവാനുള്ള കാരണം. അവസാനം 4ാമത്തെ പോയിന്റിലൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് ആ ഭാഗത്ത് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. 4ാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത് ഗോഡ് ഈസ് ആൻ ഇമ്മ്യൂട്ടബിൾ ഗോഡ്. ദൈവം അൺചേഞ്ചിങ് ഗോഡ്. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവനാണ്. എബ്രായ ലേഖനം ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചില്ല. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 13-ന്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. അവിടെ എന്താണ് ഈ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. നോക്കിയും യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അവൻ ഇന്നലെയും ദൈവമാണ്, ഇന്നും ദൈവമാണ്, നാളെയും ദൈവമാണ്. അവന് യാതൊരു വ്യത്യാസമില്ല. അപ്പൊ ചില യഹോവ സാക്ഷിക്കാരായിരിക്കുന്ന ആൾക്കാരെ, നമ്മളൊക്കെ യഹോവ സാക്ഷിക്കാരായിരിക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവര് അംഗീകരിക്കപ്പെടാത്ത ഒരു വാക്യം കൂടിയാണിത്. അവർ പറയുന്നത്
നിങ്ങളെ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിച്ചില്ലേ അവര് നമ്മളെ ഓവർകം ചെയ്യാനുള്ള സാധ്യത. അതുപോലെ അവർ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. അവർ പറയുന്നത് ഒരു വാക്യമുണ്ട്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ, ബാക്കി പറയാമോ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പുത്രൻ ജനിച്ച ഒരാളാണ്, യേശുക്രിസ്തു ജനിച്ച ഒരാളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പുത്രൻ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് ആര് പഠിപ്പിക്കുന്നത്? യഹോവ സാക്ഷികൾ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം നമ്മോട് ചോദിച്ചാൽ നമ്മൾ എന്തോ മറുപടി പറയും? എന്താ പറയും? അവര് യഹോവ സാക്ഷിക്കാരായ ആൾക്കാരോട് പിതാവായ ദൈവം അവിടെ ഉണ്ടായിരുന്നു, എന്നാൽ പുത്രൻ എന്ന് പറയുന്നത് ജനിച്ച ഒരാളാണ്, അപ്പം പുത്രൻ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ ആദ്യത്തെ വാദം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വാക്യം വായിച്ചത് എന്തായിരുന്നു? യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ, അവരിൽ യാതൊരു വ്യത്യാസമില്ല. അവർ ഇന്നലെ ദൈവമാണ്, ഇന്നും ദൈവമാണ്, നാളെയും ദൈവമാണ്. അൺചേഞ്ചിങ് ഗോഡ്, അവന് യാതൊരു വ്യത്യാസമില്ല. അടുത്തൊരു വാക്യം കൂടെ നമുക്ക് അതിനോട് ചേർന്ന് വായിച്ചു നോക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. യാക്കോബിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നോക്കിയേ. അവിടെ യാക്കോബ് പറയുന്ന ഒരു വാക്കോട് നമുക്ക് അതിനോട് ചേർന്ന് ചിന്തിക്കാം. അതിന്റെ 17-ാം വാക്യം, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഒക്കെയും ഉയർത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിക്കൽ നിന്ന് ഇറങ്ങി വരുന്നു, അവന് വികാരമോ ഗതിഭേദമോ ഉള്ള ആച്ഛാദനമോ ഇല്ല. നോക്കിയേ, അവിടെ പറഞ്ഞ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്ക് നോക്കിയേ, അവന് യാതൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല. മനുഷ്യന് വ്യത്യാസങ്ങളുണ്ടാകാം, പക്ഷേ ദൈവത്തിന്റെ സ്വഭാവത്തിന് യാതൊരു വ്യത്യാസമില്ല. അവൻ അൺചേഞ്ചിങ് ഗോഡാണ്, എന്നും അവൻ സമ്പൂർണ്ണ ദൈവമാണ്. അതിനൊരു ദൈവത്തിന് ഒരിക്കലും ഒരു തെറ്റ് പറ്റിയതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. സോറി എന്നൊരു വാക്ക് ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ ഇല്ല, പറയേണ്ട കാര്യം വരില്ല. നമുക്കാണെങ്കിൽ തെറ്റ് പറ്റാം, പക്ഷെ ദൈവത്തിന് തെറ്റ് പറ്റില്ല. കാരണം അവൻ പെർഫെക്റ്റ് ആണ്, 100% സമ്പൂർണ്ണമായ ദൈവമാണ്. ഇത് നമ്മൾ മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം കൂടെ നിങ്ങൾ വായിച്ചു നോക്കുക. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വലിയവനാകുന്ന ദൈവത്തെ കുറിച്ച് അല്പമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. തുടർന്ന് ദൈവം നിങ്ങളെ ആ നിലയിൽ സഹായിക്കട്ടെ എന്ന് ശേഷം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ ഇത്തിരി തന്നിരിക്കുന്ന വിഷയം ജീസസ് കമാൻഡ്മെന്റ്സ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമത്തിലെ കൽപ്പന എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. അതിലേക്ക് നമുക്ക് ഇന്ന് രാത്രി പ്രവേശിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കതിന് ആധാരമായിട്ട് കർത്താവ് പറഞ്ഞ ആ വാക്കിലേക്ക് നമുക്ക് പ്രത്യാലിരിക്കാം. പ്രധാനമായിട്ട് കർത്താവ് പറഞ്ഞ കൽപ്പന 2 കൽപ്പനയാണ്. ആ കൽപ്പനയേക്കാൾ ഉപരിയായിട്ട് നമുക്ക് കർത്താവ് പറഞ്ഞ ചില കൽപ്പനകൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ചില സഹോദരന്മാർ പറയുന്നത് കർത്താവ് പറഞ്ഞ 2 കൽപ്പനയാണ്. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ പറഞ്ഞത്, നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിക്കുന്നവരെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അതൊരു കൽപ്പനയായിട്ടാണ് കർത്താവ് തന്റെ ജനത്തോട് പറഞ്ഞത്, ശിഷ്യനായിട്ട് പറഞ്ഞത്. രണ്ടാമത് കർത്താവ് പറഞ്ഞ കൽപ്പനയാണ്, നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. ഈ 2 കൽപ്പന ഉള്ളതാണ് പറയുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, കർത്താവ് പറഞ്ഞ കൽപ്പനകൾ അത് ലോകം മനുഷ്യനുള്ളിടത്തോളം കാലം അത് അനുഷ്ഠിക്കേണ്ട കാര്യമാണ്, അത് ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. 10 കൽപ്പനയിൽ ഒരു കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല വന്നത്, പിന്നെ അത് നിവർത്തിപ്പാനാണ് വന്നത് എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ കൽപ്പനകൾ നമുക്ക് ആപ്ലിക്കബിൾ ആണ്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞ കൽപ്പനകൾ നമുക്ക് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും സഹോദരന്മാർ ഒന്ന് ശബ്ദം ഉയർത്തി ഒന്ന് വായിച്ചാൽ നമുക്ക് വേഗം മുൻപോട്ട് പോകാൻ കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ എന്നോട്, നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെ അമ്മയെ ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. ഇവിടെ പുതിയ നിയമത്തില് നമ്മുടെ കർത്താവ് 10 കൽപ്പനകളെ ഇവിടെ എത്രയായിട്ടാണ് തിരിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ, 1, കൊല ചെയ്യരുത്, പിന്നെ വ്യഭിചാരം ചെയ്യരുത്, പിന്നെ
മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. ഈ 6 കൂട്ടം കാര്യങ്ങൾ നമ്മൾ വളരെ ആഴമായിട്ട് പഠിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് അല്പമായിട്ട് അതേക്കുറിച്ച് ചിന്തിക്കാം. 10 കൽപ്പനകളിൽ 6 കൽപ്പന നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവൻ തമ്മിൽ ചെയ്യേണ്ട കാര്യങ്ങളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുകളിൽ പറഞ്ഞിരുന്ന ആ 4 കാര്യങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. ദൈവത്തോട് നമ്മുടെ റിലേഷൻഷിപ്പ് നല്ലതായെങ്കിൽ മാത്രമേ മനുഷ്യനോടും നമുക്ക് ആ റിലേഷൻഷിപ്പ്, ആ ബന്ധം നിലനിർത്താൻ പറ്റുള്ളൂ. ദൈവത്തോടുള്ള നമ്മുടെ നല്ല മനസാക്ഷി റൈറ്റ് ആണെങ്കിൽ മാത്രമേ മനുഷ്യനോടും നമുക്ക് നല്ല മനസാക്ഷി വെച്ച് പുലർത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒന്നാമതായിട്ട് ദൈവം പറഞ്ഞ, കർത്താവ് പറഞ്ഞ വാക്ക് നോക്കിക്കേ, കുലം ചെയ്യരുത്. ഇത് ആദ്യമായിട്ട് പ്രമാണമായിട്ട് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? ആദ്യമായിട്ട് ഇത് പ്രമാണമായിട്ട് എവിടെ പറഞ്ഞിരിക്കുന്നത്? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. ഫസ്റ്റ് മെൻഷൻ എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. അതിനുശേഷം നമ്മുടെ കർത്താവ് തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളും 6-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും. ആദ്യം ഇത് പറഞ്ഞിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 20-13, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 26 വരെ, മത്തായി എഴുതിയ സുവിശേഷം തന്നെ 6-ാം അധ്യായം അതിന് 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അവിടെ എഴുതി കുലം ചെയ്യരുത്. അപ്പോൾ കുലം ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? കുലം ചെയ്യരുത് അല്ലെങ്കിൽ സഹജീവികളെ കൊല്ലരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടായിരിക്കാം ദൈവം അങ്ങനെ പറയാൻ കാരണം? എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നലെ ഞങ്ങള് ഒരു ക്യാമ്പിന് പോയിട്ട് തിരിച്ചിട്ട് കറ വരുമ്പം ഞാനും ജോർജാനും ഒരു കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതിന് ഓരോ കാര്യം സംസാരിച്ച കൂട്ടത്തിൽ വികാരഭരിതമായിട്ട് ഈ നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തെ സുവിശേഷ വിരോധികളായിരിക്കുന്ന ആൾക്കാർ നേരിട്ട് അവരുടെ സഭകളിലൊക്കെ കയറി ചെന്നും പള്ളികളിലൊക്കെ കയറി ചെന്ന് അവരെ ഉപദ്രവിക്കുകയും അവരെ വലിയ പോലീസ് മുറയോടുകൂടി ഉപദ്രവിക്കുന്ന കണ്ടപ്പം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ തമാശ പറഞ്ഞു, നമുക്ക് നല്ല തോക്കുകൊണ്ട് ഇവരെ അങ്ങ് വെടിവെച്ച് കൊടുക്കണം. അപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞത് ഒരു വാക്കെന്നെ വളരെ ചിന്തിച്ചു. നമ്മളങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല, അങ്ങനെ പറയാൻ പോലും പാടില്ല. കാരണം കർത്താവ് അങ്ങനെയാണ് പഠിപ്പിച്ചത്. എന്താ പഠിപ്പിച്ചത്? നിങ്ങൾ ഒരു ചള കഴിച്ചാൽ ഒറ്റ ചള കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇന്ന് ആരെങ്കിലും അങ്ങനെ അതൊക്കെ ഉണ്ട്, പക്ഷേ ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പല ഇത് പ്രതികരിക്കാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെക്കാൾ ശക്തന്മാരാണ് മറ്റവർ, അതുകൊണ്ടാണ് പ്രതികരിക്കാറ്. നമ്മളെക്കാൾ ബലഹീനരാണെങ്കിൽ നമ്മൾ 2 കൈ നോക്കും, അങ്ങനെയാണ് മനുഷ്യ സഹജം, അങ്ങനെയാണ്. പക്ഷേ ഇന്ന് നമുക്ക് പറ്റത്തില്ല. നമ്മൾ ക്രിസ്ത്യൻസ് ഇവിടെ ഭൂരിപക്ഷമാണ്. ഭൂരിപക്ഷം എന്ന ആൾക്കാരോട് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. രാഷ്ട്രീയമാണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും നിയമങ്ങളാണെങ്കിലും അവർക്ക് അനുകൂലമായതുകൊണ്ട് നമ്മൾ പലരും പ്രതികരിക്കാതിരിക്കുന്നു. എന്നിട്ടും ജാഥ നടത്തുന്നുണ്ട്, ഇങ്ങനെ വിളിക്കുന്നുണ്ട്, സമരം ചെയ്യുന്നുണ്ട്. ഇതൊന്നും ബിബ്ലിക്കലല്ല. ബിബ്ലിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവ് അനുവദിക്കുന്നത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. നമ്മൾ തെറ്റ് ചെയ്താൽ ദൈവം തന്നെ ജാതികളെ കൊണ്ട് അവരെ ശിക്ഷിപ്പിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, ഈ പ്രമാണം നിങ്ങൾ ലംഘിച്ചാൽ അന്യ ജാതിക്കാരെ കൊണ്ട് ഞാൻ നിങ്ങളെ ശിക്ഷിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ ഭാഗം പിന്നെ പോകട്ടെ, അവിടെ പിന്നീട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ആ കാര്യം നമുക്ക് സംസാരിക്കാൻ കഴിയും. അപ്പൊ അപ്പം നമ്മൾ കണ്ടത് ഇത് ഫസ്റ്റ് മെൻഷനായിട്ട് കുല ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ആദ്യമായിട്ട് കുല നടന്നത് എവിടെയാണ് ആദ്യമായിട്ട് കുല നടന്നത്? ഏതൊക്കെ തോട്ടത്തില്ല? നമുക്ക് നോക്കി വായിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന് 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവിടെയാണ് ആദ്യമായിട്ട് കുല നടന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത്. എന്നാൽ കായീൻ തന്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അവർ വയലിൽ ഇരിക്കുമ്പോൾ കായീൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്തു, അവനെ കൊന്നു. പിന്നെ യഹോവ കായീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് പറഞ്ഞു. ഏതെങ്കിലും പുറത്താണ്. ആരാ ഏതെങ്കിലും പുറത്താണ്, ഏതെങ്കിലും. ഓക്കെ. അപ്പോ ഇവിടെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ആദ്യമായിട്ട് കുലം ചെയ്തത് ആരാണ്? കയീൻ. അതിന് കാരണം എന്തായിരുന്നു?
അതിന്റെ 7-ാം വാക്യത്തില് നമ്മൾ വായിക്കുന്നത് അതിന്റെ 7-ാം വാക്യം, നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നെങ്കിൽ ഇല്ലെങ്കിലോ പാവം വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാവുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. അപ്പോ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും യാഗം കഴിക്കാൻ പോവുകയാണ്. ആരൊക്കെ? കായീനും ഹാബേലും യാഗം കഴിക്കാൻ പോവുകയാണ്. ഒരാൾ യാഗം കഴിച്ചാൽ അങ്ങനെയാണ്. നമ്മളതിന് 4-ാം അധ്യായം മുതൽ അത് വായിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തില് അതിന്റെ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നോക്കി അവിടെ 2-ാം വാക്യം, പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കായീൻ കൃഷിക്കാരനുമായിരുന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് കായീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കണ്ണൂരിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കായീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. ഇവിടുത്തെ ഇതാണ് നമ്മുടെ ഒരു ചിന്താവിഷയം. ഇപ്പൊ ഇവിടെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് കായീൻ ഒരു കൃഷിക്കാരനായിരുന്നു, ഹാബേൽ ഒരു ആട്ടിടയനുമായിരുന്നു. അപ്പോ ഒരാള് ദൈവസന്നിധിയിലേക്ക് രണ്ടുപേരും യാഗത്തിന് വസ്തുക്കൾ കൊണ്ടുവരികയാണ്. ഒരാളുടെ കൃഷി സ്ഥലത്ത് നിന്ന് അത് സാധനങ്ങൾ കൊണ്ടുവന്നു, ഒരാള് ആടിനെ കൊണ്ടുവന്നു. അപ്പോൾ ശരിക്കും നമ്മൾ ചിന്തിച്ചാൽ എന്തുകൊണ്ടായിരിക്കും കായീന്റെ യാഗം ദൈവം പ്രസാദിക്കാഞ്ഞത് എന്നൊരു ചോദ്യം നമ്മളിനോട് ചോദിച്ചാൽ എന്ത് നമ്മൾ മറുപടി പറയും? അത് പ്രസാദിക്കുന്നതിന്റെ കാര്യം എന്താ? എന്തോ എക്സാക്ട്ലി കുറെ കൂടെ നമ്മൾ വ്യക്തമായിട്ട് ചിന്തിച്ചാലോ? എബ്രായ ലേഖനം നമ്മൾ വായിച്ച എബ്രായ ലേഖനം 11-ാം അധ്യായം 4-ാം വാക്യം. എബ്രായ ലേഖനം 11-ാം അധ്യായം 4-ാം വാക്യം. എബ്രായ ലേഖനം 11:4. എബ്രായ ലേഖനം 11:4. വിശ്വാസത്താൽ ഹാബേൽ കായീന്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. ഡിഫറൻസ് ഉണ്ടോ? അവിടെ ഹാബേലിനുണ്ടായിരുന്ന ഒരു ഗുണം എന്താണ്? വിശ്വാസം. കായീനിലോ വിശ്വാസമില്ല. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഇനി കായീൻ ഈ ആടിനെയാണ് കൊന്നെങ്കിൽ പോലും ദൈവം പ്രസാദിക്കാനായിരുന്നു. 5-ാം ഉൽപ്പത്തി പുസ്തകം 4-ാം ഭാഗത്തിൽ കയീനിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. അതിന് കാരണം എബ്രായ ലേഖനം പറയുന്നു, ഹാബേൽ വിശ്വാസത്താൽ കായീന്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കണം? വിശ്വാസം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ അതിന്റെ അർത്ഥം? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിക്കാം. അപ്പൊ വിശ്വാസം എന്താണ് ശരിക്കും? നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന വിശ്വാസം എന്നതോ നാശിക്കുന്നതിനൊപ്പം കാണാത്ത കാര്യങ്ങൾ തീർച്ചയായും. അപ്പൊ അങ്ങനെയാണ് ഈ കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള അറിവിനെയാണ് വിശ്വാസം എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഈ നഗ്നമായ കണ്ണുകൾ കൊണ്ട് നമ്മൾ സ്വർഗം കണ്ടിട്ടില്ല, നമ്മൾ നരകം കണ്ടിട്ടില്ല, നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ല, പരിശുദ്ധാത്മാവിനെ കണ്ടിട്ടില്ല. നമ്മൾ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണപ്പെടാത്ത കാര്യങ്ങളെ ശരിയായിട്ടുള്ള അറിവുണ്ടാകണം. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിവുണ്ടാകുന്നത്? കണ്ടറിയുന്നു, കേട്ടറിയുന്നു, വായിച്ചറിയുന്നു, തൊട്ടറിയുന്നു, അനുഭവിച്ചറിയുന്നു, അങ്ങനെ അറിവുണ്ടാകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എൻ്റെ പേഴ്സണൽ സ്റ്റഡിയാണ്. നിങ്ങൾക്ക് എന്നെ പിന്നീട് വിമർശിക്കാം, ഇപ്പോഴല്ല പിന്നീട് ചോദിക്കാം. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വാസം എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള അറിവിനെയാണ്. The true understanding is known as real faith. ശരിയായിട്ടുള്ള അറിവിനെയാണ് എന്ത് വിളിക്കുന്നത്? വിശ്വാസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണപ്പെടാത്ത കാര്യത്തെ ശരിയായ നിലയിലുള്ള ഒരു അറിവുണ്ടാകണം. ഈ ലോകത്തിൽ നിങ്ങൾ ഏത് വ്യക്തി എടുത്ത് നോക്കൂ, അവർക്കൊക്കെ അവരുടെ ഈശ്വരനെ കുറിച്ച് വിശ്വാസമുള്ളവരാണ്.
പക്ഷേ അവരും നമ്മളുമായിട്ടുള്ള വ്യത്യാസം, നമ്മുടെ ഒരു അറിവെന്ന് പറയുന്നത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും, വ്യക്തമായിട്ട് പറയാൻ പറ്റും. അവർക്ക് ഊഹാപോഹങ്ങളെ പറയാൻ പറ്റുള്ളൂ, നമുക്ക് തെളിവോടുകൂടി പറയാൻ പറ്റും. ധാരാളം കാര്യങ്ങൾ പറയാനുള്ള അതിനോട് പറയാൻ പോട്ടെ. അപ്പൊ ഈ അറിവുണ്ടാകുന്നത് ഞാൻ പറഞ്ഞു, അങ്ങൾ പറഞ്ഞു, അതിനെക്കുറിച്ച് നമ്മൾ കേട്ടു. അറിവുണ്ടാകുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കണ്ടറിയുന്നു, കേട്ടറിയുന്നു, വായിച്ചറിയുന്നു, പിന്നെ അനുഭവിച്ചറിയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ യാഗത്തെക്കുറിച്ചുള്ള അറിവ് ഇവർക്ക് എവിടുന്ന് കിട്ടിക്കാണും? നമുക്ക് നോക്കാം. 3-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന് 21-ാം വാക്യം വഴി. 3-ാം അധ്യായം അതിന് 21-ാം വാക്യം. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ഇവിടെ എന്താ വായിക്കുന്നത്? തോലുകൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി. അപ്പൊ അതിന് ന്യായമായിട്ട് അതിന്റെ അർത്ഥം അല്ല, അവിടെ ഒരു യാഗം നടന്നിട്ടുണ്ടാകണം. കാരണം ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ എഴുത്തെന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 1 മുതൽ അതിന് 11 വരെയുള്ള അധ്യായങ്ങൾ ബൈബിളിന്റെ ഒരു ഇൻട്രഡക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. നിങ്ങൾ അതിനെ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ ആ വാക്ക് പറഞ്ഞുകൊണ്ട്. ഇൻട്രഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ബ്രീഫായിട്ടാണ് ഈ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ എഴുതി. ഒരു ഉദാഹരണം പറയാം. പറഞ്ഞാൽ കിഴക്ക് ഏതെനിൽ ഒരു തോട്ടം ഉണ്ടായിരുന്നു എന്ന് സിമ്പിളായിട്ട് മോശ എഴുതാണ്. കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടം ഉണ്ടായി. ഏതിന്റെ കിഴക്ക? എവിടുത്തെ കിഴക്ക എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടം ഉണ്ടായി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ മണ്ണാർക്കുളത്തിൽ കിഴക്ക് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ? പത്തനംതിട്ടയ്ക്ക് കിഴക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ചുമ്മാ പറയും കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടം ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? എന്താ മനസ്സിലാക്കുന്നത്? അല്പം ഇന്റലക്റ്റായിട്ടുള്ള ഡിസ്കഷനാണ് കേട്ടോ, അതുകൊണ്ട് വളരെ ചിന്തിച്ച് വേണം പറയാം. അപ്പൊ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ആ പുസ്തകം എഴുതുന്ന ആള്, ഈ ഉൽപ്പത്തി പുസ്തകം എഴുതുന്ന ആള് എവിടെ നിന്നുകൊണ്ടാണോ എഴുതുന്നത് അതിന്റെ കിഴക്ക്. മനസ്സിലായല്ലോ? ഇപ്പൊ ഞാൻ മണ്ണാർക്കുളത്തിൽ നിന്നുകൊണ്ട് ഇത് സംസാരിക്കുമ്പോൾ എന്റെ കിഴക്ക് എന്ന് നമുക്ക് പറയാം അല്ലേ? അപ്പൊ അതുകൊണ്ട് മോശ ഇത് എഴുതുന്നത് എവിടെ നിന്നുണ്ടായിരിക്കണം? മോശ ഏകദണ്ട് ഈ സീനായ് മലയോട് ബന്ധപ്പെട്ട ഭാഗത്തു നിന്നുകൊണ്ടാണ് എഴുതുന്നത്. അപ്പൊ ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാം, സീനായ് മലയുടെ നേരെ കിഴക്ക് എവിടെയായിരിക്കണം? ഇറാഖോ ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഇറാഖ്, ഇന്നത്തെ ഇറാഖ് അല്ലേ? അപ്പം ന്യായമായിട്ട് നോക്കി അങ്ങനെയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ഈ നിലയിൽ നമ്മൾ വളരെ സൂക്ഷ്മമായി പഠിച്ചില്ലെങ്കിൽ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. ഇത് പക്ഷേ ഇതിനെക്കാൾ വേറെ നിലയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകും. എനിവേ, എന്റെ ചിന്ത ഇങ്ങനെയായിരുന്നു. അപ്പോൾ കിഴക്ക് ഏതെങ്കിലും തോട്ടമെന്ന് പറയാം, മോശ എഴുതുന്നതിന്റെ ആ നിൽക്കുന്നതിന്റെ സ്ഥലത്തിന് നേരെ കിഴക്ക്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ യാഗം നടന്നതിനെ കുറിച്ച് അവിടെ വ്യക്തമായിട്ട് പറയുന്നില്ല. അവർ തെറ്റ് ചെയ്തപ്പോൾ, ആദമും ഹവ്വയും തെറ്റ് ചെയ്തപ്പോൾ ദൈവം അവരുടെ തെറ്റിനെ ക്ഷമിച്ചിട്ട് എന്ത് ചെയ്തു? അവർക്ക് പകരമായ ഒരു യാഗം അവിടെ നടത്തിയെന്ന് നമുക്ക് തെളിവാക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. അവിടെ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കണം. അതിന്റെ തോല് കൊണ്ടാണ് ഇവർക്ക് വസ്ത്രം ഉണ്ടാക്കി കൊടുത്തത്. എന്നിട്ട് അവരെ വസ്ത്രം ഉടിപ്പിച്ച് അവർ തോട്ടത്തിന് വെളിയിലാണ്. അപ്പോൾ ന്യായമായിട്ട് ഈ യാഗം ആദവും ഹവ്വയും ആരോട് പറഞ്ഞിരിക്കണം? ഈ മക്കളോട് രണ്ടുപേരോടും പറഞ്ഞതാ. മക്കളെ, ഞങ്ങളെ ജോലിച്ചാന്റെ ഭാഷ ഞാൻ കടമെടുത്താണ് കേട്ടോ. ജോലിച്ച് വികാരത്തെ പറഞ്ഞൊരു മക്കളെ എന്നുള്ള വിളി ഞാനും അഡോപ്റ്റ് ചെയ്തു. മക്കളെ, ഞങ്ങള് ഏതൻ തോട്ടത്തിൽ വലിയൊരാൾ ദൈവത്തോടു കൂടെയാണ് ഞങ്ങൾ ജീവിച്ചത്. അന്ന് ഞങ്ങളെ സാത്താൻ തെറ്റിച്ചു കളഞ്ഞു. ഞങ്ങൾ ദൈവത്തിന്റെ പ്രമാണത്തെ ലംഘിച്ചു. എന്നാൽ ദൈവം ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ശിക്ഷാവിധിക്ക് വേണ്ടി ഒരു കുഞ്ഞാടിനെ അർപ്പപ്പെട്ടു. ഈ കാര്യം ആര് പറഞ്ഞിരുന്നു? മാതാപിതാക്കൾ ഈ 2 മക്കളോടും പറഞ്ഞതാണ്. പക്ഷെ ഒരാൾ അനുസരിച്ചു, ഒരാൾ അനുസരിച്ചില്ല. നമുക്കൊരു വാക്യം കൂടെ ഒന്ന് ഇതിനോട് ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ സാധാരണ നിലയിൽ പറയുന്നൊരു വാക്യമാണിത്. 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കാൻ ആർക്കെങ്കിലും? 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകമാണ് നമ്മൾ ചിന്തിക്കുന്നത്. 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവന്റെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാകും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അപ്പോൾ ഇവിടെ ഒരു പ്രവചനമാണ് നമ്മൾ ആദ്യത്തെ ഒരു പ്രവചനം കാണാൻ കഴിയും. വേദപുസ്തകത്തിലെ ആദ്യത്തെ പ്രവചനം ഏതായിരുന്നു? ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു.
വേദപുസ്തകത്തിലെ ആദ്യത്തെ പ്രവചനം? വേദപുസ്തകത്തിലെ ആദ്യത്തെ പ്രവചനം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന് 17-ാമത്തെ വാക്യം. അതാണ് വേദപുസ്തകത്തിലെ ആദ്യത്തെ പ്രവചനം. നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന് 17-ാമത്തെ വാക്യം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. മരണത്തെ കുറിച്ചുള്ള പ്രവചനമാണ് ആദ്യത്തെ പ്രവചനം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പ്രവചനം ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനമാണ്? നിങ്ങളാരും ചിന്തിച്ചിട്ടുണ്ടോ അത്? സാധാരണ നിലയിൽ ഞാൻ പഠിച്ചതും എന്നെ പഠിപ്പിച്ചതും നമ്മുടെ വേദപുസ്തക പഠിതാക്കളെല്ലാം പറയുന്നത് അവിടെ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുകയാണ് അത് യേശുക്രിസ്തുവാണ്, ദ സീഡ് ഓഫ് ദ വുമൺ. അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമായിട്ടാണ് പറയുന്നത്. എന്നാൽ നമ്മൾ ചിന്തിച്ചൊന്ന് വായിച്ചു നോക്കി, മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചു നോക്കി, അവിടെ ഇത് ആരോടാ ബലിവരാൻ ദൈവം ഇത് ആരോടാ പറയുന്നത്? നോക്കിയേ, നിങ്ങൾ വാക്യത്തിൽ ശ്രദ്ധിച്ചെല്ലാം നോക്കി. ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും, പിന്നെ അവളുടെ സന്തതി. നിന്റെ സന്തതി ആരാ? പറഞ്ഞേ, നിന്റെ സന്തതി ആരാ? ആരാ നിന്റെ സന്തതി? പിശാച് അല്ലേ, സാത്താൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വാക്യം ആരോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്? നിന്റെ സന്തതിയും അവളുടെ സന്തതിയും. ഓക്കെ, അല്ല ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് സാത്താനോട് ദൈവം പറയുന്നൊരു വാക്കാണ്, നിന്റെ സന്തതി. അപ്പൊ സാത്താന് സന്തതി ഉണ്ടോ? സാത്താന് സന്തതി ഉണ്ടോ? നമുക്ക് 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന് 17-ാം വാക്യം നോക്കിയേ. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന് 17-ാമത്തെ വാക്യം, 12-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 3:12. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം, കായീൻ എങ്ങനെയുള്ളവൻ നടന്നേക്കുന്നത്? ദുഷ്ടനിൽ നിന്നുള്ളവൻ. സാത്താന്റെ മറ്റൊരു പേരാണ് എന്ന് ദുഷ്ടൻ. അപ്പൊ കായീൻ ആരുടെ മകനാണ്? ദുഷ്ടന്റെ മകൻ, സാത്താന്റെ മകൻ. ഉണ്ടോ? പിന്നെ അങ്ങനെയാണെങ്കിൽ ഹാബേൽ ആരുടെ മകനായിരിക്കണം? നമ്മള് അതിന്റെ 5-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോ, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. നോക്കിയേ, 4-ാം വാക്യം, ശേത്തിനെ ജനിപ്പിച്ച 3-ാം വാക്യം, ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു, അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാമിന് 800 സംവത്സരം ജീവിച്ചിരുന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഇവിടെ ശേത്തിന് ജനിപ്പിച്ച കാര്യം പറയുകയാണ്. അപ്പോൾ ശേത്തിനെ കുറിച്ച് പറയുന്നത്, അവൻ പേരിടുമ്പോൾ പറയുന്നുണ്ട്, ഇത് ദാതാവിന് എനിക്ക് വേറൊരു മകനെ തന്നു, ആബേലിന് പകരം വേറൊരു മകനെ തന്നു എന്ന് പറഞ്ഞിട്ട് നോക്കി. അതിന്റെ 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം, ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ച് അവൾ ഒരു മകനെ പ്രസവിച്ചു. കായീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവനെ ശേത്ത് എന്ന് പേരിട്ടു. അപ്പൊ ഹാബേലിന് ദൈവം കൊടുത്ത മകനാണ്, ശേത്തും ദൈവം കൊടുത്ത മകനാണ്. അപ്പൊ കായീനെ ദൈവം കൊടുത്താണ്. അവൻ ദുഷ്ടനിൽ നിന്നുള്ളവനായിരുന്നു, സാത്താനിൽ നിന്ന്. അപ്പം ഈ ഇവന്റെ വേറെ സ്വഭാവം, സാത്താന്റെ വേറെ സ്വഭാവം എന്താണ്? സാത്താന്റെ വേറെ സ്വഭാവത്തെ കുറിച്ച് കായീനോട് ദൈവം ചോദിച്ചു, നിന്റെ അനുജൻ എന്തിയെ എന്ന് ചോദിച്ചപ്പം ഇവനെന്താ പറഞ്ഞേ? ഞാൻ അവന്റെ കാവൽക്കാരനാണോ? പിന്നെ അതിന് നമ്മളിപ്പോൾ വായിച്ചാലോ, 8-ാം അധ്യായത്തില് അതിന്റെ 1-ാം വാക്യത്തില്, പിന്നെ യഹോവ കായീനോട് നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ അറിയുന്നില്ല. ശരിയാണോ പറഞ്ഞ വാക്ക്? അവൻ കള്ളമല്ലേ പറഞ്ഞേ? ഭോഷ്പുരെ. അപ്പം സാത്താന്റെ അപ്പന്റെ പേരെന്തുവാ? സാത്താന്റെ അപ്പന്റെ പേര് യോഹന്നാൻ 8:44 വാക്യം വായിച്ചു നോക്കിയേ. അതാണ് അവന്റെ അപ്പന്റെ, സാത്താന്റെ അപ്പന്റെ പേര് ഭോഷ്ക്. ഭോഷ്കിന്റെ അപ്പൻ അല്ലേ? അപ്പൊ കള്ളത്തിന്റെ അപ്പനാണ്. ഉണ്ടോ? അപ്പൊ കായീൻ കള്ളം പറഞ്ഞപ്പോ അതിന്റെ അർത്ഥമല്ല, അവൻ ഭോഷ്കാണ് എന്ന് പറയാൻ സാത്താന്റെ മകനാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്,
ലോകത്തിൽ 2 ജനറേഷനാണ് എപ്പോഴും ദൈവം മുൻപാകുന്നത്. ഒന്ന് ദൈവത്തിന്റെ ലൈനേജ്, മറ്റൊന്ന് സേറ്റനിക് ലൈനേജ്. നമ്മളൊക്കെ അവരൊക്കെ നല്ലതാണ്. പക്ഷെ ലോകത്തിൽ ദൈവം എപ്പോഴും 2 ജനറേഷനെ ലോകത്തിൽ നിലനിൽക്കുന്നു. സകല മനുഷ്യൻ നിങ്ങൾ പഠിച്ചു പോയി. എപ്പോഴും ഏത് കാലഘട്ടത്തിലും ദൈവത്തിന്റെ ലൈനേജും ഒന്ന് സേറ്റനിക് ലൈനേജും. അതാണ് ഇവിടെ പറഞ്ഞത്, സ്ത്രീ നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അത് ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് ഇത് ആരംഭിച്ചു എന്നുള്ളതാണ്. കണ്ടോ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ദൈവത്തിന്റെ ലൈനേജും അത് നോക്കിയാൽ അതിനുശേഷം നമ്മൾ വായിക്കുന്നു ശേത്തിനെ ദൈവം തിരഞ്ഞെടുക്കുന്നു, ശേത്തിൽ നിന്ന് ദൈവത്തിന്റെ വംശം വരുന്നു, പിന്നെ അതിനുശേഷം കായിന്റെ വംശം ഇങ്ങനെ പെറ്റുവരികയും 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യപുത്രിമാരിൽ സൗന്ദര്യമുള്ളവരെ ഭാര്യമാരായിട്ട് എടുത്തു എന്ന് പറയുന്നു. അത് 10 വ്യാഖ്യാനങ്ങൾ അതിനെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചിലർ പറയുന്നത് ദൂതന്മാർ വന്ന് നല്ല സൗന്ദര്യമുള്ള സഹോദരിമാരെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നു. അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞത് എന്താണ്? സ്വർഗത്തിൽ ദൂതന്മാർക്ക് വിവാഹത്തിന് കൊടുക്കാനോ വിവാഹം കഴിക്കാനോ പറ്റില്ല. അവ ദൂതന്മാരല്ല, പിന്നെ അതാരായിരിക്കണം? അവിടെ ദൈവപുത്രന്മാരെ വിളിച്ചിരിക്കുന്നത് ശേത്തിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ ദൈവ ലൈനേജിൽ പെട്ട ഗ്രൂപ്പാണ്. അവരെപ്പോഴും വേർപാട് പാലിക്കേണ്ടവരാണ്. ഇവിടെ കായിക സന്താനത്തിൽപ്പെട്ടവരുമായിട്ട് ബന്ധത ചേരുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഇതൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട്. അതിനകത്തൊരു ചോദ്യമുണ്ടല്ലോ, നോഹയുടെ കാലത്തിൽ ജലപ്രളയം ഉണ്ടായി കഴിഞ്ഞുള്ള കാര്യമില്ല. നല്ലൊരു ചോദ്യമാണ്. നല്ലൊരു ചോദ്യമാണ്. ഇതാ പറഞ്ഞ ജസ്റ്റിൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിച്ചത്, സ്ത്രീയുടെ ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരെ സൗന്ദര്യമുള്ളവരെ കണ്ടുകൂടെയപ്പോ ദൈവത്തിന്റെ ലൈനേജും കായിന്റെ ലൈനേജ് എന്ന് പറയാൻ ലോക മനുഷ്യൻ തമ്മിൽ അവർ ബന്ധുത ചേർന്നതുകൊണ്ട് ദൈവം പറയാണ്, ദൈവത്തിന്റെ ആത്മാവ് സദാകാലം മനുഷ്യരോട് ബാധിച്ചുകൊണ്ടിരിക്കില്ല. അവർ ദുഷ്ടതയുള്ളവരെന്ന് പറഞ്ഞ് അവരെ നിഗ്രഹിച്ചു, അവരെ കുന്നുകളാണ്, അവരെ മൊത്തം തിരിച്ചു. പിന്നെ ആർക്കൂടെ അവിടെ നീതിമാനായിട്ട് ഒരുവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാരാണ്? നോഹയാണ്. നോഹയുടെ കുടുംബം. നോഹയ്ക്ക് എത്ര മക്കളുണ്ടായിരുന്നു? 3 മക്കൾ അല്ലേ? 3 മക്കൾ. അത് ആൺപിള്ളേരുടെ പേര് മാത്രമേ അവിടെ പറയുന്നു. ഷേം, ഹാം, ജാഫെത്ത്. ഷേം, ഹാം, ജാഫെത്ത്. ഇത് ഷേം എന്ന് പറയുന്നത് സെമറ്റിക് ഗ്രൂപ്പ്, ഹമറ്റിക് ഗ്രൂപ്പ്, ജഫറ്റിക്. അതായത് ഇന്ന് ലോകത്തിൽ കാണുന്ന ഈ ജനകോടികൾ എല്ലാവരും 3 വിഭാഗത്തിൽപ്പെട്ടവരാണ്. അത് ഒന്ന് സെമറ്റിക് ഗ്രൂപ്പുകാർ. സെമറ്റിക് ഗ്രൂപ്പിൽ പെട്ടതാണ് ഇസ്രയേൽ ജനം, അല്ലെങ്കിൽ അബ്രഹാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആഴമായിട്ട് ചിന്തിച്ച് പഠിക്കുകയാണെങ്കിൽ ഈ ബ്രാഹ്മൺസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഈ സെമറ്റിക് ഗ്രൂപ്പിൽ പെട്ടതാണെന്നാണ് അവർ പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. അത് പക്ഷേ നമുക്ക് സമയത്തിന് കുറവുകൊണ്ടും അവർ കേൾക്കുന്നില്ല. അത് ഈ മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ സെമറ്റിക് ഗ്രൂപ്പുകാരാണ്. അവർ സ്ഥിരമായിട്ട് ഒരിടത്ത് താമസിക്കുന്നവരല്ലായിരുന്നു. അവര് താമസിച്ചിരിക്കുന്ന നാടോടികളാണ്. പല സ്ഥലത്തൊക്കെ അവരിങ്ങനെ കന്താനം വളർത്തി ചിലപ്പോൾ മാറി മാറി താമസിക്കുകയായിരുന്നു. ഇങ്ങനെ താമസിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിലാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചു. അതേ കാലഘട്ടത്തിൽ തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ ഇന്ത്യയിലേക്ക് വന്നു അവരെ വിളിച്ച പേരാണ് ഹിന്ദു. ഹിന്ദു എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം സിന്ധു നദി കടന്നവൻ എന്ന വാക്കിന്റെ അർത്ഥം. സിന്ധു നദി, വൺ ഹു ഈസ് ക്രോസ് ദ റിവർ, അങ്ങനെയുള്ളവരെയാണ് ഹിന്ദു എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സിന്ധു നദിയിൽ നിന്ന്, സിന്ധു എന്ന നദിയുടെ ആ പേരിൽ നിന്നാണ് ഹിന്ദു എന്ന പദം ഉണ്ടായത്. അപ്പൊ എബ്രായൻ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം വൺ ഹു ക്രോസ് ദ റിവർ, നദി കടന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അബ്രഹാം യൂഫ്രട്ടീസ് നദി കടന്നു പോയത് കൊണ്ട് അവനെ എബ്രായൻ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ ഒരു സിമിലാരിറ്റി നമുക്കിവിടെ കാണാൻ കഴിയും. ഇന്ത്യയിലെ ബ്രാഹ്മൺസും അല്ലെങ്കിൽ യഹൂദനും തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ടെന്നാണ് ഇവർ പറയുന്നു, ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ മിഡിൽ ഈസ്റ്റിൽ താമസിച്ച ആൾക്കാര് സെമറ്റിക് ഗ്രൂപ്പുകാരാണ്. അപ്പൊ തന്നെ വേറെ ഹാമിന്റെ കൂട്ടിന് ഹാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹാം ശപിക്കപ്പെട്ടവരാണ്. നോഹ ശപിച്ച കൂട്ടത്തിൽ ഹാമിനെ ശപിച്ചു. അവനോട് ബന്ധപ്പെട്ട് തന്നെ ജാഫെത്തിന് ശാപം ഉണ്ടായി നമ്മൾ പറയുന്നത്. അപ്പൊ ഹാമിന്റെ മൂത്തമകന്റെ പേരെന്താ? ഹാമിന്റെ മൂത്തമകന്റെ പേര് എന്താ? ഹാമിന്റെ മൂത്തമകന്റെ പേര് കനാൻ. കേട്ടിട്ടുള്ള കനാൻ ദേശത്തൊക്കെ കനാൻ, എത്യോപ്യ, പുത്ത്, കൂശ്, മിസ്രൈം എന്നൊക്കെ പറയുന്നത് ആരുടെ മക്കളാണ്? ഹാമിന്റെ മക്കളാണ്. ഹാമിന്റെ മക്കൾ കറുത്ത വർഗ്ഗക്കാരായിരിക്കുന്ന
ഹാമിന്റെ മക്കളൊക്കെ ശപിക്കപ്പെട്ടവരായിരുന്നു. എത്യോപ്യ, പുത്ത്, മിസ്രൈം അല്ലെങ്കിൽ ഈജിപ്ത്, ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാര് കറുത്തവർഗക്കാരായിരുന്നു. ഇന്ത്യയും ആഫ്രിക്കയും തമ്മിൽ ഒരു രാജ്യമായിരുന്നെന്ന് നെഹ്റു എഴുതിയ ഇന്ത്യ സെർച്ച് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അല്ലാത്ത നെഹ്റു എഴുതിയിരിക്കുന്നത് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിൽ ഒരു രാജ്യമായിരുന്നു. ഏതോ ഒരു ഭൂകമ്പം ഉണ്ടായപ്പോ ഈ അറബിക്കടൽ ഉണ്ടാകുകയും ഇത് രണ്ടായിട്ട് വീഴ്ച പോയതാണ് പറയുന്നത്. അതിനൊരു കാരണം എന്നുള്ളത് ഈ കമ്മിറ്റിക്കാര് ആരാധിച്ചുകൊണ്ടിരുന്നത് അവരുടെ പൂർവ്വപിതാക്കന്മാരെയാണ്. നമുക്കറിയാം, മോഹൻദാൻ രാജപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു വിഗ്രഹം കണ്ടെടുത്ത് ആ വിഗ്രഹം ഇതായിരുന്നു. ഒരു സ്ത്രീ ഒരു പഴം ഇങ്ങനെ പറിക്കുന്നു, ഒരു വൃക്ഷത്തിന്റെ ഇതാണ്, അതിലൊരു പാമ്പ് ഇങ്ങനെ ചുറ്റി കിടക്കുന്നു, ഒരു പുരുഷൻ അതിൻ്റെ അടുത്ത് നിൽക്കുന്നു. അതാണ് അവരാരാധിച്ചുകൊണ്ടിരുന്നതാണ് ആർക്കോളജിസ്റ്റുകാർ പറയുന്നത്. പണ്ട് പുരാതന കാലത്ത് ഇന്ത്യയിൽ താമസിച്ച ഈ ഹാമിന്റെ ആൾക്കാര് ആരാധിച്ചുകൊണ്ടിരുന്നത് പൂർവ്വപിതാവായിരുന്ന അബ്രഹാമിനെയും ആദമിനെയും ഹവ്വയെയും അവർ ദൈവമായിട്ട് സങ്കല്പിച്ച് ആരാധിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഈ ഹമറ്റിക്കുകാർ. എന്നാൽ സെമറ്റിക്ക്, ഞാൻ പറഞ്ഞു സെമറ്റിക്ക്, അവർ ആരാധിച്ചുകൊണ്ടിരുന്നത് അവർക്ക് ആരാധനയല്ലായിരുന്നു, അവർക്ക് വേദങ്ങളായിരുന്നു. വേദങ്ങൾ വായിച്ച് അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുകയായിരുന്നു. അവർക്ക് എത്ര വേദം ഉണ്ടെന്നറിയാമോ? 4 വേദങ്ങൾ അല്ലേ? അശുർവേദം, സോമവേദം, യജുർവേദം, ഋഗ്വേദം എന്ന് പറയുന്ന 4 വേദങ്ങളാണ്. ഈ വേദങ്ങൾ വായിച്ച് ഈശ്വരനെ പ്രസാദിപ്പിക്കുന്നവരായിരുന്നു അവര്. എന്നാൽ അവരുടെ വിഗ്രഹത്തെ ഉണ്ടാക്കി അവരുടെ പിതാക്കന്മാര് അവരെ അനുഗ്രഹിക്കും, അവരുടെ ദൈവമാണെന്ന് സങ്കല്പിച്ച് അവരെ ആരാധിക്കുന്നവരല്ല. അതുകൊണ്ടാണ് ഇന്ന് ഹൈന്ദവരായിരിക്കുന്ന ആൾക്കാർ ചില വിശേഷ ദിവസങ്ങളിൽ അവരെ ബലിയിടുന്നു. അവരെ പ്രത്യേക ദിവസങ്ങളിൽ അവരുടെ പിതാക്കന്മാർ അവരെ അനുഗ്രഹിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞ് അവർ കിഴക്കുണ്ടെന്ന് ആഹാരമൊക്കെ വെച്ച് വിളമ്പുകയും പൂജകളൊക്കെ ചെയ്യുന്നതിന്റെ കാരണം അതാണ്. അപ്പോ ഈ ഹാമിന്റെ ആൾക്കാര് അവര് പിതാക്കന്മാരെ ആരാധിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പിൽക്കാലത്ത് ഹിന്ദു ആൾക്കാര് ഈ ആര്യന്മാർ ഇന്ത്യയിൽ വന്നപ്പോൾ അവരങ്ങോട്ട് കടമെടുത്ത ഒരു ദൈവമാണ് ശിവനും പാർവതി എന്ന് പറയുന്ന ദൈവം. ശിവൻ ആൻഡ് പാർവതി. ശിവൻ എന്ന വാക്കിന്റെ അർത്ഥം മണ്ണിൽ നിന്ന് എടുത്തവൻ എന്നാണ്. മണ്ണിൽ നിന്ന് എടുത്തവൻ. ആദാം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആദാം എന്ന വാക്കിന്റെ അർത്ഥം മണ്ണിൽ നിന്ന് എടുത്തവൻ. അപ്പൊ നോക്കിയ ഒരു സിമിലാരിറ്റി നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പൊ ഇവിടുത്തെ ഹൈന്ദവരായിരുന്ന ശിവനും പാർവതി എന്നൊക്കെ പറഞ്ഞ് ബൈബിളിനെ ബേസ് ചെയ്തായിരുന്നു അമ്മ അവരെ ചെയ്തിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ യാഫത്ത് എന്ന് പറയുന്ന ആൾക്കാര് ഒരു വലിയ വില്ലന്മാരായിരുന്നു. അവർ യുദ്ധതന്ത്രങ്ങൾ അറിയാവുന്നവരായിരുന്നു. അമ്പും വില്ലും കൊണ്ട് അവർ പലപ്പോഴും യുദ്ധങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവരാണ് ഈ ജഫറ്റിക് എന്ന് പറയുന്നത് മംഗോളിയൻ ട്രൈബ്സ്. റഷ്യ, മോസ്കോ, സൈബീരിയൻ കൺട്രി, ചൈന, ഇതൊക്കെ ഈ മംഗോളിയൻ ട്രൈബ്സ് ആണ്. അല്ലെങ്കിൽ ഇത് എന്താ പറയാ, ജാഫത്തിന്റെ ആ വംശത്തിൽപ്പെട്ടവരാണ്. അപ്പൊ ഇങ്ങനെയാണ് കാറ്റഗറിയാണ് ഇന്ന് ലോകത്തിലുള്ളത്. അതില് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇത് വംശാവലി എന്ന് പറയുന്നത് ശേമിന്റെ വംശാവലിയായിരുന്നു. ആ ശേമിന്റെ വംശാവലിയിൽ നിന്നാണ് ദൈവം ആരെ തെരഞ്ഞെടുക്കുന്നത്? അബ്രഹാമിനെ തെരഞ്ഞെടുക്കുന്നത്. കണ്ടോ? അപ്പം ഇത്രയും ജനകോളിയുടെ നടുവിൽ നിന്ന് ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുന്നു. അബ്രഹാമിൽ നിന്ന് ഒരു പ്രത്യേക ജനതയെ ദൈവം വാർത്തെടുക്കുകയാണ്. ആ അബ്രഹാമിന് 2 മക്കളുണ്ട്. ഒരു ഇസാഖും മറ്റൊന്ന് ഇസ്മായിൽ. അത് ഇസാഖിനെ ദൈവം തിരഞ്ഞെടുക്കുന്നു, ഇസ്മായിലിനെ വീണ്ടും ഇസാഖിന് 2 മക്കൾ, ഏശാവും യാക്കോബിനെ തിരഞ്ഞെടുക്കുന്നു, യേശാവിനെ ദർശിക്കുന്നു. വീണ്ടും യാക്കോബിൽ നിന്ന് 12 മക്കൾ, അതിൽ യഹൂദയെ തിരഞ്ഞെടുക്കുന്നു. നോക്കി, അപ്പൊ ദൈവത്തിന്റെ വംശാവലി വരുന്ന നോക്കി, ഈ വംശാവലി ഇവിടെ നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ കർത്താവിൽ കൂടെ ഈ എല്ലാ ശപിക്കപ്പെട്ടതിനെയും ഒന്നാക്കി തീർക്കുന്ന ഒരു പ്രത്യേകത, അതാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു പറഞ്ഞു, അവരെ കൈക്കൊണ്ട്, ദൈവത്തിന് വചനം അവരെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവുവാൻ അധികാരം കൊടുക്കും. കേട്ടോ? അപ്പൊ വംശാവലി നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളും അല്ലാത്തവരും, കണ്ടോ, പിടിയിട്ടേറെ ഇത്രയും ചരിത്രം പറഞ്ഞു വന്നപ്പോൾ അല്പമെങ്കിലും ക്ലിക്കായോ? ചില സ്പീഡിൽ പോയി, എനിക്ക് തോന്നുന്നുണ്ട്, അല്പം സ്പീഡിൽ പോയായിരുന്നു. അപ്പൊ നമ്മൾ നോക്കിയേ, യേശു ക്രിസ്തു ദൈവം പറയാണ് നിന്റെ സന്തതിയും അവളുടെ സന്തതിയും. അപ്പൊ അതേക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞേ? കായീനും ഹാബേലും. നോക്കിയോ, ആദ്യത്തെ പ്രവചനം ആ കാലഘട്ടത്തിൽ തന്നെ നടക്കുകയാണ്. എന്താണ് നടന്നത്? ഇനി 2ാമത്തെ വിഷയം, സമയം പോയി, ഒറ്റ വാക്കുകൾ പറഞ്ഞ അടുത്ത വാക്ക്, ഇതിന്റെ തുടർച്ച നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ആ ഭാഗം നന്നായിട്ട് വായിച്ച് ഒന്ന് മനസ്സിൽ ചുമ്മാ വായിച്ചു വിടരുത്, ചിന്തിച്ച് വായിക്കുക. നമുക്ക് ചിന്തിച്ച് വായിച്ചാൽ അതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഈ കായീന്റെ യാഗം ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിന്റെ യാഗം ദൈവം പ്രസാദിച്ചു. ഈ ദൈവം തന്നെയാണ് പിന്നീട് പറയുന്നത്, നീ നിന്റെ ആദ്യ വിളവ് നീ ആലയത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞു, അല്ലേ? അപ്പൊ നമുക്കൊരു വിരോധാഭാസമായിട്ടല്ലേ തോന്നുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം
ഈ കായീൻ അവന് ഹൃദയത്തിൽ നിന്നുള്ള ആരാധനയല്ല, വിശ്വാസമില്ലാത്ത ഒരു യാഗമാണ് അവൻ സമർപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ദൈവസ്ഥലിൽ ആരാധനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവമായിട്ടുള്ള നമ്മുടെ മനോഭാവ ആറ്റിറ്റ്യൂഡ് ചുമ്മാതെ ഒന്ന് ജൽപ്പനം പോലെ ഒരു ചിന്തയില്ലാതെ വന്ന് ഇന്ന് ആരാധന കഴിച്ചാൽ ഒരു പ്രയോജനം അതൊന്നും ഉണ്ടാകാറില്ല. നമ്മുടെ ഹൃദയം ദൈവമായിട്ടുള്ള നമ്മുടെ റൈറ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. കായീന്റെ യാഗത്തേക്കാൾ ഉത്തമമായ യാഗം ഹാബേൽ കഴിക്കാനുള്ള കാരണം അവൻ വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ആരാധന നമ്മൾ കഴിക്കേണ്ടത്. അത് വരും ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഈ വചന പഠനം നമ്മുടെ ജീവിതത്തിൽ അതിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവിന്റെ വലിയ നാമം ഇന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത് സാധാരണ നിലയിൽ അച്ഛൻ ചോദിച്ച നല്ലൊരു ചോദ്യമാണ്. അത് പിന്നെയും പറയാൻ പോയി നമുക്ക് സമയം ഒത്തിരി